നാണം കെട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ CPIM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് അത് ഏറെ CPIM-ന് ആഘാതകരമാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ വൻ വോട്ട് ചോർച്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കായപ്പോൾ വൻ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ BJP-യുടെ വോട്ട് കുത്തനെ കൂടിയിരിക്കുന്നു, CPIM വോട്ട് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലുമൊക്കെ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പല ബൂത്തുകളിലും കാണുന്നത് എന്നത് CPIM-നെ തകർക്കുകയാണ്. ഇതിനിടയിൽ PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവരുടെ അഹങ്കാരം, അവർ കാണിച്ച ആ ചെയ്തി കാരണം ഇന്ന് പാർട്ടി മൊത്തത്തിൽ വെള്ളം കുടിക്കുകയാണ് എന്ന് പിണറായി വിജയൻ തുറന്നടിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ. അതുമാത്രമല്ല, CPIM തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നത് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. PP ദിവ്യയെ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും രഹസ്യമായി MV ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമളയും TK ശ്രീമതിയും അത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ PP ദിവ്യയ്ക്കൊപ്പം അണിനിരക്കുകയാണ്. അവർക്ക് നിരുപാധികമായ പിന്തുണ കൊടുക്കുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ ശാസിക്കും. ഒപ്പം പാർട്ടി അടുത്ത തവണ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം നൽകും എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി PP ദിവ്യയ്ക്ക് ഒന്നുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയാണ്. വാസ്തവത്തിൽ PP ദിവ്യ ആഗ്രഹിച്ചത് തന്നെയാണ്. പാർട്ടിയുടെ ഒരു ശാസന എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ഒരു 4 കോളം വാർത്ത പല പത്രങ്ങളിലും പാർട്ടി ഇതാ ദിവ്യയെ ശാസിച്ചു, മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു, എന്നിട്ട് PP ദിവ്യയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക, പാർട്ടി ഗ്രാമമായതുകൊണ്ട് ജയിച്ചു കയറും എന്ന വിചാരമുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണാജനകം മാത്രമാണ് എന്നുള്ളത് വിവരിച്ചു കൊടുക്കൽ കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വോട്ട് ഷെയറിൽ കുത്തനെയുള്ള കുറവ് മാത്രമല്ല, ഒന്നാലോചിക്കൂ, K സുധാകരൻ മത്സരിച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്നതാണ് ധർമ്മടവും അതുപോലെ മട്ടന്നൂരും തളിപ്പറമ്പും ഒക്കെ. അവിടെ UDF ചരിത്രത്തിലാദ്യമായി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തളിപ്പറമ്പ് 10,000 വോട്ടുകളുടെ ലീഡും മട്ടന്നൂരിലും അതുപോലെ ധർമ്മടത്തും വലിയ മുൻതൂക്കവും നേടിയെടുക്കാൻ UDF-ന് സാധിച്ചത് നിസ്സാര കാര്യമായി ഇടതുപക്ഷത്തിന് കണക്കാക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ പിണറായി വിജയൻ 50,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച ധർമ്മടത്താണ് K സുധാകരൻ ആ ഭൂരിപക്ഷത്തെ ഇടിച്ചു കൊണ്ടുവന്ന് 3,000 വോട്ടിലേക്ക് ലീഡ് നില താഴ്ത്തിയെന്ന് ഓർക്കണം. അതായത് CPIM-ന്റെ 47,000 വോട്ടുകൾ ചോർന്നൊലിച്ചു പോയി. KK ശൈലജ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ 4,000 വോട്ടുകളുടെ മാത്രം ലീഡിലേക്ക് ഒതുങ്ങി. K സുധാകരൻ്റെ മിന്നുന്ന ഒരു സർവകാല റെക്കോർഡ് നേട്ടത്തിലേക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന്റെ പ്രകടനം മെച്ചമാക്കി. ഇതോടുകൂടിയാണ് LDF കൃത്യമായി മനസ്സിലാക്കിയത് പാർട്ടി ഗ്രാമങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം എന്നേക്കുമായി നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു എന്നതാണ് വ്യക്തമായ കാരണം.